എൻ്റെ പൊന്നടോവി, ഞാനിപ്പോൾ പോകുന്നത് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ നോർത്ത് ഈസ്റ്റേൺ ടൗൺ ആയിട്ടുള്ള ജോർജ് ടൗണിലേക്കാണ്. ഞാൻ താമസിക്കുന്നത് ലോൺസൺ സിറ്റിയിലാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് ഏകദേശം 40 മിനിറ്റ്, അതായത് 52 കിലോമീറ്റർ ട്രാവൽ ചെയ്താണ് നമ്മൾ ജോർജ് ടൗണിലെത്തുന്നത്. ഈ ജോർജ് ടൗണിന് ഒരുപാടധികം പ്രത്യേകതകളുണ്ട്. പക്ഷേ ജോർജ് ടൗണിൻ്റെ ഒരു സ്പെസിഫിക് ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജോർജ് ടൗണിനെ കുറിച്ച് അതിൽ കൂടുതൽ സംസാരിക്കാം. പക്ഷേ ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം. അതായത് ഓസ്ട്രേലിയയിലെ 3rd ഓൾഡസ്റ്റ് യൂറോപ്യൻ സെറ്റിൽമെൻറ്റ് നടന്നിട്ടുള്ള ഒരു ടൗണാണ് ജോർജ് ടൗൺ എന്ന് പറയുന്നത്. 2016 കാലഘട്ടങ്ങളിൽ ഏകദേശം 10,000-ൽ താഴെ ആളുകളുണ്ടായിരുന്ന ഈ ടൗണിൽ ഇപ്പോൾ കറണ്ട് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2,60,000-ന് മുകളിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ടൗണാണ്. ഒരുപാടധികം ഹിസ്റ്ററിയും നല്ല നല്ല കാഴ്ചകളും നല്ലൊരു ലൈറ്റ് ഹൗസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക. ഇത് ഞാൻ മീൻ പിടിക്കാൻ വന്ന വീഡിയോ ആണ് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടുപോലെ തന്നെ നമ്മൾ ടാസ്മാനിയയിൽ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളതാണ്. ഞാനിവിടെ വന്നിട്ട് 1 വർഷമായി. പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് ഫിഷിംഗ് പോകാനൊരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു ഫിഷിംഗ് എക്സ്പെർട്ടൊന്നുമല്ല. പക്ഷേ എൻ്റെ കൂട്ടത്തിലൊരു സുഹൃത്തുണ്ട്, എബി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ ഫാമിലിയിലൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഫിഷിംഗ്. സോ ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാസ്മാനിയയിലുള്ള നോർത്ത് സൈഡായിട്ടുള്ള ജോർജ് ടൗണിൽ ലോഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നല്ലൊരു ബീച്ച് ഏരിയ ആണ്. കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു, അതായത് ബീച്ച് മാത്രമല്ല, കുറച്ച് കല്ലും കൊണ്ട് കുറേ തിട്ടകൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ കുറച്ച് ഡെവലപ്മെൻറ്റിൻ്റെ പാതയിലാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. ഇത് ഓൾറെഡി മാൻ മെയ്ഡ് പോലത്തെ ഒരു സംഭവമാണ്. ഇറ്റ്സ് എ റിയലി നൈസ് പ്ലേസ്. അപ്പം ഞാൻ ഇവിടുത്തെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ക്വിക്ക് വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അടിപൊളി ഒരു ഇതാണ്. നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. ലെറ്റ്സ് ഗോ. ഇതാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ കല്ല് വാരിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു മാൻ മെയ്ഡ് പോലത്തെ ഒരു സംഭവമാണ് കണ്ടിട്ട്. ഓക്കെ, സോ ഈ ഒരു ഏരിയ ഫുള്ള് ആളുകൾ, അതേവിടെ ഒത്തിരി ആളുകൾ ഇങ്ങനെ ചൂണ്ടയിട്ട് നിപ്പുണ്ട്. ഇതുണ്ട്, കുറേ അധികം ആളുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ബെസ്റ്റ് സ്പോട്ടാണെന്നാണ് ഇവിടെ ഫിഷ് ചെയ്യാൻ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ പറയുന്നത്. നമുക്കിങ്ങനെ ബോട്ടിലൊക്കെ പോയി, പ്രൈവറ്റ് ബോട്ട്സിലൊക്കെ പോയിട്ട് ഫിഷ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു കിഡിലെ ഒരു ലൊക്കേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ലോഹെഡിൽ വരുന്നത്. ജോർജ് ടൗൺ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, ചുമ്മാ ജസ്റ്റ് ഫാമിലിയായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഫിഷിംഗ് എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതാണ് എബി ബ്രോ കേട്ടോ. എബി ബ്രോ ഇസ് ലൈക്ക് കാസ്റ്റും അതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ഒരു ഏരിയ ഫുള്ള് ഇതുപോലെ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും മീൻ പിടിക്കാൻ വന്ന് നിൽക്കുന്നതാണ്. ഇത് കടലിൻ്റെ തീരമാണ്. വി ഗോട്ട് രമ്യാക്ക ആൻഡ് ജുവാന ബേബി വിത്ത് അസ്. ഇതാണ് എബി ചേട്ടൻ്റെ ഫാമിലി കേട്ടോ. സോ ഇറ്റ്സ് നൈസ്. സോ ദിസ് ഈസ് എബി ബ്രോ. ഹായ്. സോ ഇതൊക്കെ നമ്മുടെ എല്ലാം പരിപാടികൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതിനകത്താണ് കേട്ടോ. ചിക്കൻ എടുത്തായിരുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷിംഗ് ടൂൾസ്. നമുക്കൊരു 2 റോഡ്സ് ആൻഡ് വി ഗോട്ട് സം ക്യാറ്റ് ഫുഡ്. ആ ഒരു മീനുകൾക്ക് പ്രചോദനമാകാൻ നമ്മുടെ ചൂണ്ടയിൽ വന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് സംതിങ് ലൈക്ക് ദാറ്റ്. ഫിക്സിംഗ് ദോസ് തിങ്സ്. സോ നമ്മളിവിടെ ഈ ഹുക്ക് സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഹുക്കിൽ നമ്മൾ ഇങ്ങനെ ചിക്കൻ പീസസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കിടിലമായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ചെയ്യുന്ന അതൊരു സെറ്റപ്പ് തന്നെയാണ്. നമ്മളത്ര ഒരു പ്രോ ആളുകളല്ല, നമ്മുടെ ബേസിക് സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലും നല്ല റോഡൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഫാമിലി ഫൺ തിങ്. So it's going to cast it now. Okay. Okay. That's nice. ഒരെണ്ണം കാസ്റ്റ് ചെയ്ത് നമ്മൾ അടുത്തതിന് നമുക്ക് അതിൽ ചിക്കൻ സെറ്റ് ചെയ്യണം നമ്മുടെ ഹുക്കിൽ. അതാണ് നമ്മളുടെ പരിപാടി, പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഇതാണ് നമ്മുടെ ഹുക്ക് കേട്ടോ. ഒരു ചെറിയൊരു ചിക്കൻ്റെ ലെഗ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ്. അടിപൊളിയല്ലേ? സൂപ്പർ. ഇതിനു മുന്നേ
ബ്രോ നമുക്ക് കുറെ ഫിഷ് പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. സോ ഇറ്റ്സ് റിയലി നൈസ്. സോ അക്ക ഇൻ ചാർജ് ഓഫ് ദാറ്റ് വൺ. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ഇവിടെ ഫിഷിങ് പറഞ്ഞ് കിട്ടിയോ? പുള്ളിക്ക് പറഞ്ഞാൽ കിട്ടി. ഒരു ബ്ലൂ മാക്കലാന്ന് തോന്നുന്നു കിട്ടിയത്. ദിസ് ഈസ് ലൈക്ക് എന്താ നമ്മൾ മോർ ദാൻ ഫിഷിങ് ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരു ഫാമിലി ഫൺ ടൈം ടുഗെദർ. അതാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. അടിപൊളി. അപ്പം ഞാനും കുറച്ച് ഫിഷിംഗ് ഒക്കെ ചെയ്തേ. ബാക്കിയിരുന്ന വിഷ്വൽസൊക്കെ ഞാൻ കാണിക്കാം. മീൻ കിട്ടുവാണെ കണ്ട് ഞാൻ അടിച്ചു കേട്ടോ. ഞാൻ പുല്ലി കുടുങ്ങിയതാന്ന് പറഞ്ഞ എബിബ്രോയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത് സാധനം കിട്ടി. ചെറുതല്ലേ? ഇതാണ് സത്യം പറഞ്ഞ. ഞാൻ വിചാരിച്ചു മീനല്ലാന്ന്. തിരിച്ചുവിടാണ് കേട്ടോ. തിരുപ്പി പോണ വേണ്ടമാ. ബൈ ബൈ. നിങ്ങളിപ്പോൾ കാണുന്നത് കടലിൽ കാണുന്ന സീൽ എന്ന് പറഞ്ഞൊരു ജീവിയാണ് കേട്ടോ. അത് ഇതിലെ കൂടെ ഒഴുകി നടക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. ടാസ്മാനിയ മൊത്തത്തിൽ കടൽ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു കിടിലം സ്ഥലമാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്പോട്ട് വന്നിട്ട് കാണണം, എൻജോയ് ചെയ്യണം, ടൈം സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഇടിക്കുമ്പോഴത്തെ പുല്ല് കൂട്ടിയിട്ടാണ് കേട്ടോ കിട്ടുന്ന ഈ സാധനം. ഇത് ആക്ച്വലി അത്ര നല്ലൊരു മീനല്ല. അത് ടേസ്റ്റ് നമ്മൾ ആദ്യം മീൻ പിടിക്കാൻ സെലക്ട് ചെയ്ത സ്ഥലം ലോഹഡ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമാണ് കേട്ടോ. അതായത് നമ്മുടെ ജോർജ് ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ, അതായത് 6 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് ജോർജ് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോർജ് ടൗണിൽ ഭയങ്കര തിരക്കായിരുന്നു. ആ പേരിൽ നിന്നിട്ട് നമുക്ക് മീൻ പിടിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് വന്നത്. എബിബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ നല്ല വലിയ വലിയ സാൽമൺ ഫിഷൊക്കെ കിട്ടും എന്നാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളോട് ആദ്യം മീൻ പിടിക്കാൻ എത്തുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ ബോട്ടുകളൊക്കെ ഇതിലൂടെ പോകുന്നതാണ്. ഭയങ്കര രസമാണ് കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കാഴ്ച. ഒരു കുഞ്ഞ് പോലും കളർ ഗ്രേഡ് ചെയ്യാത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. നമുക്ക് അടിച്ചേട്ടോ. നമുക്ക് ഒരെണ്ണം അടിച്ച് സൈസ് നോക്കട്ടെ. പൊക്കയിൽ അറിയില്ല. വിച്ച് ബോക്സ്? ബോക്സ് നമുക്കിങ്ങനെ മെഷർ ചെയ്യുന്നു. അപ്പോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഗോട്ട് സ്കെയിൽസ് ആൻഡ് ഓൾ. സോ ചെറുതാണെങ്കിൽ സോ ഗൈസ്, ഞാൻ പിടിച്ച 2 എണ്ണമാണ് ഇതേ കിടക്കുന്നത്. ഇത് 2 എണ്ണം ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് തിരിച്ചു വിടേണ്ടി വരും. ഇത് അത്ര ടേസ്റ്റ് ഇല്ലാത്തൊരു ഫിഷാണ്. സോ വിൽ ലീവ് ദം സൂൺ. ഗൈസ്, നമ്മൾ അവിടെ കുറേ നേരം മീൻ പിടിച്ചിട്ട് നമുക്ക് നല്ല മീനൊന്നും തന്നെ കിട്ടുന്നുണ്ട്. ഗ്രാസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് കിട്ടുന്നത്. അത് വലിയ നല്ല ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണെന്നാണ് എൻ്റെ അടുത്ത് വന്നവർ പറഞ്ഞത്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. സോ അത് കറി വെച്ചാലും ഫ്രൈ ചെയ്താലും കൊള്ളില്ല. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ അടുത്ത് വന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. സോ ബേസിക്കലി അത് എനിക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. സോ നമ്മളിപ്പം ലോഹെഡിൽ നിന്ന് ജോർജ് ടൗണിൽ വന്നിട്ടോ. ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ ജോർജ് ടൗൺ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഗ്രൗണ്ടും അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റി, ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നത് പബ്ലിക് ടോയ്ലറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. സോ പിന്നെ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. വെൽക്കം ടു യോർ ക്ലോത്ത് ആൻഡ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് സേഫ്റ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്ഥലത്തിരുന്നിട്ട് നമുക്ക് മീൻ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു കിടിലെ ഫീച്ചറാണ്. മീനിൻ്റെ ചെതുമ്പലൊക്കെ കിടക്കുന്നതുണ്ടോ. സോ നമുക്കിവിടെ മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വിൽ ഗെറ്റ് സം ഇതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ. സോ നമുക്ക് ഇവിടെ മീൻ ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്കിത് ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നല്ല കിടിലൊരു ലൊക്കേഷനാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മിനി ബോട്ട്സുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതിപ്പം എനിക്കൊന്ന് ഹൈ ടൈഡിൻ്റെ ടൈം തീർന്നു. ഉച്ച സമയത്തായിരുന്നു ഹൈ ടൈഡ്. ഞങ്ങൾ വന്ന സമയത്ത് ഹൈ ടൈഡായിരുന്നു. ഇപ്പോൾ ലോ ടൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം മീൻ കിട്ടാനുള്ള സാധ്യതയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ നമുക്കിത് മീനിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. റെക്രിയേഷണൽ സീ ഫിഷിംഗ് എന്നും പറഞ്ഞിട്ട് മീനിൻ്റെ സൈസും മിനിമം സൈസ് എത്രയായിരിക്കണം നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന സൈസ് എല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു സൈസ് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട്, നമ്മുടെ സ്കെയിലുണ്ട്, അത് വെച്ച് അളന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. സോ ഇവിടെ ഒരു നമ്മുടെ ബാസ് സ്ട്രേറ്റ് കൊടുത്ത് സീയുടെ പേരാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മളിത്തെ ടാസ്മാനിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്, നിലവിലത്തെ ഈ ഒരു സ്ഥലത്ത്. സോ ഇവിടെ ഇങ്ങനെ കുറേ ഫിഷിംഗ് സ്പോട്ടുകൾ എടുത്തിട്ടുണ്ട്. ലോഹെഡ്, ജോർജ് ടൗൺ. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ലോഹെഡിലായിരുന്നു. സോ നൗ വി ആർ ഇൻ ജോർജ് ടൗൺ.
സോ വി ഹാവ് ഗ്രീൻസ് ബീച്ച്, അങ്ങനെ കുറേ അധികം പോയിന്റുകളുണ്ട് ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. സ്കിഡ് മൗണ്ട് ലൈക്ക് ബ്യൂട്ടി പോയിന്റ്, ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. ഇവിടെയൊക്കെ നമുക്ക് പിടിക്കാം. ആൻഡ് വി ഗോട്ട് ജോന ഹിയർ. ആൻഡ് ആ ഒരു ഏരിയയിൽ നമ്മുടെ എന്താ പറയുക, കടൽ തീരത്ത് നല്ല സീ ഫേസിങ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. വീടല്ല എന്നാണ് ഞാൻ കരുതുന്നത്, വീടല്ല വേറെ എന്താണ്, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ്. സോ ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ, നല്ല കിഡിലെ ഒരു സ്പോട്ടാണ്. സോ നമുക്ക് പോവാം. ഇവിടെ ഇങ്ങനെ ഒരു മെറ്റലിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലത്തെ ഒരു സാധനമുണ്ട്. നമ്മൾ അതിലൂടെ കയറി അങ്ങേറ്റത്തിലാണ്. ഒത്തിരി അധികം ആൾക്കാരോടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊരു നല്ല സ്പോട്ടാണ്. ലെറ്റ്സ് സീ. സോ ഇത് ഞാൻ പിടിച്ച മീനാണ്. ഈ ബിബ്രോയിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എൻ്റെ താടി കേട്ടോ. സോ അത് നമ്മളിപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് അത് നല്ല സെറ്റാക്കി കൊണ്ടുപോകും വീട്ടിൽ. ദിസ് ഈസ് കോൾഡ് അയല. ദിസ് ഈസ് കോൾഡ് അയല. ഇതാണ് അയല കേട്ടോ. എൻ്റെ വേസ്റ്റ് നമ്മൾ താഴെ കിട്ടും. സോ പിന്നെയും വന്ന് ബാക്കിയുള്ള മീനുകൾ വന്ന് കൊത്താൻ അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട്. Oh, it's nice. Ice cream, southern ice cream, Pomfret, flooded, Pomfret, gold, Pomfret. Yeah, they're all. No, they're the same one. They're the same one of those before them all. It's a little sticky. You gonna eat it? Slimy. I guess so. Oh, usually on the app, it also tells you Yeah. stuff So, you yeah, like it's already about- quality. ഇപ്പം ജസ്റ്റ് നൗ പോലീസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കേട്ടോ. കാരണം ഈ ഒരു സ്ഥലത്ത് പോലീസ് ചെക്കിംഗ് ഉണ്ട്. സോ നമ്മൾ പിടിച്ചിട്ടുള്ള ഫിഷ് അവർ വന്നിട്ട് നോക്കും. ഫിഷിൻ്റെ സൈസ് ശരിയല്ലെങ്കിൽ, ചെറുതാണെങ്കിൽ അവർ സത്യം പറഞ്ഞ ഫൈൻ അടയ്ക്കും. അതുകൊണ്ട് നമ്മൾ വലിയ ഫിഷുകളെ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. ആ ഒരു സൈസ് ഞാൻ ഈ പറഞ്ഞ സൈസ് ഇവിടെ ഉണ്ട്. പിന്നെ മൊബൈൽ ആപ്പിലുണ്ട്. സോ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫിഷ് പിടിക്കുമ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പോകുന്ന വഴിക്കാണെങ്കിലും ചിലപ്പോൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഫൈൻ അടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മൾ ചെറിയ ഫിഷിനാണ് പിടിച്ചിട്ടുള്ളതെങ്കിൽ. സോ ഗൈസ്, നമ്മളിവിടുത്തെ ഫിഷിംഗ് പരിപാടി നിർത്തുവാണ്. നല്ലൊരു സൺസെറ്റ് ടൈമാണ് കേട്ടോ. രാത്രി 8:33 കേട്ടോ. ഇതാണ് ടൈമിങ്. ഇതാണ് ഒരു സൺസെറ്റ്. ഭയങ്കര കിഡിലൊരു സൺസെറ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അന്യ വ്യൂ. ഞാൻ ഇതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. സൂപ്പർ. ഇവിടെ എപ്പോഴും കുറേ അധികം ആളുകൾ ഫിഷിങ്ങിന് വന്ന് നിൽപ്പുണ്ട്. ലൈക്ക് വെരി ഓസം. ഇപ്പോൾ ലോ ടൈഡ് സമയം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി കിടക്കും. ഇതായിട്ട് നമുക്ക് കിട്ടിയ ഇന്നത്തെ ഫിഷുകൾ. സോ ഇതിനെ എല്ലാം വെട്ടി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. സോ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വീട്ടിൽ ചെല്ലുമ്പോൾ റെഡി ടു ഈറ്റ് എന്നുള്ള രീതിയിൽ. ബിബ്രോ ഇന്നത്തെ പ്രോയായിട്ടോ. എൻ്റെ വീട്ടിൽ അമ്മച്ചി ഒരു ഇത്ര നന്നായിട്ട് മീൻ വെട്ടുന്നത് കണ്ടിട്ടില്ല. എണ്ണ നല്ല സൂപ്പറായിട്ട് കെട്ടി നല്ല സെറ്റായിട്ടുണ്ട്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഫിഷുകൾ രണ്ട് മല്ലറ്റ്, ഒരു ജാക്ക് മാക്കറൽ, പിന്നെ മറ്റെന്തായിരുന്നു, ബ്രീം. ആ നടുക്കിറങ്ങുന്ന ബ്രീം എന്ന് പറഞ്ഞ സാധനം കേട്ടോ. സോ ഇതൊക്കെ കുറേയൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ആപ്പിൽ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഈ ബിബ്രോയിനെ ഇവിടുന്ന് നല്ലതായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്താണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്. എനിക്ക് ഈ സാധനമൊക്കെ ചെയ്യാൻ പഠിക്കണം. മീൻ പിടിക്കാൻ വരേണ്ടതാണ്. ഈ പറഞ്ഞ മീനുകളുടെയൊക്കെ പേര് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ ക്ഷമിക്കണം. നമ്മളിത് മീൻ വെട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ക്ലീൻ ചെയ്തിടണം അടുത്ത ആൾക്ക് വേണ്ടിയിട്ട്. അതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ജോർജ് ടൗണിലെ ഫിഷിംഗ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇതിനടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ തൊട്ടടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സോ ജോർജ് ടൗണിലേക്കൊക്കെ വിസയൊക്കെ കിട്ടി വരുന്ന ആളുകളുണ്ടെങ്കിൽ വൂൾവർത്ത് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ആ ഷോപ്പിൽ കിട്ടും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ജോർജ് ടൗൺ എന്ന് പറയുന്നത്. ഞങ്ങൾ മീൻ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 8:45 അപ്പോൾ ഉണ്ടായിരുന്ന സൺസെറ്റാണ്. എൻ്റെ പൊന്നോ, നമ്മുടെ കണ്ണിന് കുളിർമയേകുന്നൊരു സൺസെറ്റാണ്. അത് നേരിട്ട് കാണുന്നൊരു ഭംഗിയുണ്ടല്ലോ, അത് അപ്പോൾ കിട്ടുന്നൊരു വികാരം വേറെയാണ് കേട്ടോ. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു മീൻ പിടിക്കാൻ ജോർജ് ടൗണിൽ വരാമെന്നുള്ളത്. അതും എബിബ്രോയുടെ കൂട്ടത്തിലാണ് വന്നത്. പുള്ളിയുടെ കൂട്ടത്തിൽ വന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളി മീൻ വെട്ടുന്നത് കണ്ടിട്ട് ഞാനത് പഠിച്ചു എന്നുള്ളതാണ്. അതെനിക്കൊരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. ഞങ്ങൾ ഈ ഒരു ട്രിപ്പിന് ശേഷം പലതവണ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയ സമയത്ത് ഒരു 15ഓളം മീൻ കിട്ടി. ആ 15 മീൻ ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ടാണ് പിടിക്കാൻ പറ്റില്ല, ഫോൺ കഴുക്കാകുമെന്ന് പറഞ്ഞിട്ടാണ്. അതിൽ ഞാൻ
അങ്ങനെ നമ്മുടെ ഫിഷിംഗ് വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. നല്ലൊരു കിഡിലം എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ ഉച്ച ഒരു 1 മണിയായപ്പോൾ നമ്മളിവിടെ എത്തി. അതിനുശേഷം വേറൊരു സ്ഥലത്ത് ആദ്യം നമ്മൾ ലോഹഡിലാണ് പിടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ജോർജ് ടൗൺ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. വ്യൂവും ആ ഒരു ഫിഷിംഗ് എക്സ്പീരിയൻസും എല്ലാം ഭയങ്കരമാണ്. അപ്പം നമ്മളുടെ ടാസ്മാനിയിലുള്ള ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ച് സന്തോഷിക്കുക. വ്ളോഗ് ഇഷ്ടമെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.